ഇത് ഞാനിവിടെ പൂരിയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും അറിയാമായിരിക്കും, എങ്കിലും ഞാൻ എൻ്റെ രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ട് കുറച്ച് മസാലയൊക്കെ ഇട്ട് വളരെ ടേസ്റ്റിയാണ്. വെറുതെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളിതുപോലെ തയ്യാറാക്കി നോക്കുക. അതിനായിട്ട് ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഗോതമ്പിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. ഗോതമ്പിൻ്റെ പൊടി നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് ഗോതമ്പ് പൊടി എടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കണം. നിങ്ങൾ പൂരി ഉണ്ടാക്കുമ്പം എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചേരുവകൾ ചേർത്ത് കൊടുത്തിട്ടില്ലായിരിക്കാം. നിങ്ങൾ ചേർത്ത് കൊടുത്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. ഞാൻ ആദ്യം ഉപ്പ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം അയമോദകമാണ് ചേർത്ത് കൊടുത്തത്. അയമോദകം എപ്പോഴും നമ്മൾ പൂരി ഉണ്ടാക്കിയാൽ ചേർത്ത് കൊടുക്കുക, നല്ല ടേസ്റ്റാണ്, വളരെ ടേസ്റ്റാണ്. അതിനോടൊപ്പം തന്നെ ഞാൻ ചില്ലി ഫ്ലെക്സ് കൂടി ചേർത്ത് കൊടുത്തു. എന്ന് പറയുമ്പം വറ്റൽമുളക് പൊടിച്ചത് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇത് കുഴയ്ക്കണം. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ തന്നെ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. പിന്നെ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുമ്പം എപ്പോഴും കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. എങ്കിൽ മാത്രമേ ചപ്പാത്തിക്ക് നല്ല മയം കിട്ടത്തുള്ളൂ. ചിലരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നത് കാണാം. അത് വലിയ സോഫ്റ്റായിട്ടൊന്നും കിട്ടത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എപ്പോഴും ചപ്പാത്തിക്ക് കുഴയ്ക്കുമ്പം കുറച്ച് സമയമെടുത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലവണ്ണം കുഴച്ചെടുക്കണം. ഞാനിവിടെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു ഇത് നല്ലവണ്ണം കുഴച്ചെടുക്കാം. ചപ്പാത്തി കുഴയ്ക്കുന്ന അതേപോലെ തന്നെയാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് ഞാൻ ചേരുവകൾ എക്സ്ട്രാ ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ നിങ്ങൾ കുഴച്ചെടുക്കുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കൂടി അറിയിക്കുക. തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതും തിരുത്താൻ പറ്റും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ അതോടെ അറിയിക്കുക. പിന്നെ നോർത്ത് ഇന്ത്യയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ അഭിപ്രായം കൂടി അറിയിക്കുക. അത് വളരെ ഉപകാരമായിരിക്കും നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കുമ്പോൾ. ഞാൻ ഈ കുഴച്ചാട്ടിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്ത് ഇതുപോലെ നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇച്ചിരി ഒരു 10-15 മിനിറ്റ് മാറ്റി വെക്കണം. അതിന് ശേഷം വേണം നമുക്ക് പൂരി ഉണ്ടാക്കാനായിട്ട്. ഇതുപോലെ ചെറിയ ഉരുളകളായിട്ട് ഇതാദ്യം ഉരുട്ടിയെടുക്കാം. ഇതിപ്പം വീഡിയോ കാണുമ്പോൾ ഇത് വലിയ ഉരുളയായിട്ട് തോന്നും, പക്ഷേ ഈ ഉരുള തീരെ ചെറുതാണ്. തീരെ ചെറുതായിട്ട് എടുത്തെങ്കിൽ മാത്രമേ അത് നല്ല കനം കുറഞ്ഞേ കിട്ടത്തുള്ളൂ. ചപ്പാത്തിക്ക് എടുക്കുന്നതിൻ്റെ പകുതി എടുത്താൽ മതി. ചപ്പാത്തിക്ക് എടുക്കുന്ന ഉരുളയുടെ പകുതി ഉരുള നമ്മൾ ചെറിയ ഉരുളയായിട്ട് എടുത്തിട്ട് ഇവിടെ ഞാനിതെല്ലാം ഒന്ന് ഉരുട്ടിയെടുത്ത് കുറച്ച് എണ്ണ കൂടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ മെഷീനിലാണ് ഇത് പ്രസ് ചെയ്തെടുക്കുന്നത്. ഇത് എളുപ്പമാണല്ലോ, ഇപ്പം പണ്ടത്തെ പോലെ കൈകൊണ്ട് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ മെഷീനിൽ ആദ്യം എണ്ണ മുക്കിയിട്ട് പ്രസ് ചെയ്യുക. 2 പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ ഒന്നുകൂടി ഇത് കനം കുറഞ്ഞ് കിട്ടും. ഒറ്റ പ്രസ്സിലാകുമ്പോൾ അത്രയും കനം കുറഞ്ഞ് കിട്ടത്തില്ല. കുറച്ചുകൂടി കനം കുറഞ്ഞിട്ട് 2 പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിയുമ്പം എണ്ണയിൽ മുക്കിയിട്ട് വേണം ഇത് പ്രസ് ചെയ്തെടുക്കാൻ. ഈ മെഷീന് ഓൺലൈനിൽ കിട്ടും, എനിക്കില്ലാത്തവർക്ക് വാങ്ങിക്കാം. എനിക്ക് തോന്നുന്നു 600-700 രൂപയ്ക്കൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു. ഞാനിത് 600 രൂപയ്ക്കാണ് തോന്നുന്നു വാങ്ങിച്ചത്, എനിക്ക് ഓർമ്മയില്ല. എല്ലാം ആമസോണിലും ഫ്ലിപ്കാർട്ടിനകത്തൊക്കെ കിട്ടും. നിങ്ങൾ ഇല്ലാത്തവർ വാങ്ങിക്കുക, വളരെ എളുപ്പമാണ് ഇതുണ്ടെങ്കിൽ. ചപ്പാത്തി പക്ഷേ ഇതിൽ പരത്താമെന്ന് തോന്നുന്നില്ല. ചപ്പാത്തി പ്രസ് ചെയ്യാനൊക്കത്തില്ലെന്ന് തോന്നുന്നു. ഞാൻ അതുവരെ ചെയ്തിട്ടില്ല, കാരണം അതിൽ നമ്മൾ എണ്ണ മുക്കാതെയല്ലേ ചപ്പാത്തി ഉണ്ട്, പൊടിയിലല്ലേ, പൊടിയിലാകുമ്പോൾ അത് പ്രസ് ആവുമെന്ന് തോന്നുന്നില്ല. ഇതുപോലെ ഞാൻ എല്ലാം ഇവിടുന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതേ നമുക്ക് ചുട്ടെടുക്കണം, എണ്ണയിൽ വറുത്തെടുക്കണം. ഞാനിവിടെ എണ്ണ എപ്പോഴും ഒഴിക്കുമ്പോൾ കുറച്ച് മാത്രമേ ഒഴിക്കൂ. ഓരോന്നല്ലേ നമ്മൾ വറുത്തെടുക്കുന്നത്, അതുകൊണ്ട് കുറച്ച് മതി. ആവശ്യത്തിന് വേണ്ടി മാത്രമേ ഞാൻ എണ്ണ ഒഴിക്കത്തുള്ളൂ. നിങ്ങൾക്ക് പിന്നെ ഇത്ര ആവശ്യത്തിനനുസരിച്ച് എണ്ണ ഒഴിച്ച് മുങ്ങിക്കിടക്കുന്നെങ്കിൽ അങ്ങനെ ആ ഇഷ്ടത്തിൽ വറുത്തെടുക്കാം. ഞാനിവിടെ ഈ ഒരു രീതിയിൽ കുറച്ച് എണ്ണ മാത്രം. പിന്നെ ഇത് കറികൾക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു മടിയുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഈ കുറച്ച് ഉപയോഗിക്കുന്നത്, എണ്ണ വേസ്റ്റ് ആകാതിരിക്കാൻ വേണ്ടി. ഇതുപോലെ വറുത്ത് കോരുക. മെഷീനിൽ പ്രസ് ചെയ്തുകൊണ്ടായിരിക്കും ഇതിൻ്റെ ഷേപ്പൊന്നും ശരിക്കും റൗണ്ടിൽ കിട്ടിയിട്ടില്ല. ഓക്കെ, നമുക്ക് കഴിക്കാനല്ലേ,
സാരമില്ല, വലിയ ഷേപ്പൊന്നും വേണമെന്നൊന്നുമില്ല. പക്ഷെ അത് കണ്ടപ്പോൾ നല്ല റൗണ്ടായിട്ട് കാണുന്നുണ്ട്. ചുട്ടെടുത്തപ്പോൾ എന്തോ ഒരു വല്ലാത്ത ഷേപ്പ് പോലെ. കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. അയമോദകം തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക. അയമോദകം ചേർക്കുന്നത് വളരെ ടേസ്റ്റിയാണ്. അതോടൊപ്പം പിന്നെ ഞാൻ എൻ്റെ ഒരു ഐഡിയയിലാണ് മുളക് പൊടി ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്കിഷ്ടമെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. പിന്നെ ഞാനിതുപോലെ ഇവിടുത്തെ കാര്യങ്ങളും ഇവിടുത്തെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് പിന്നെയും ഞാൻ വരുന്നതായിരിക്കും. മധ്യപ്രദേശിലെ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.